വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. സോ ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലേൺ ഫോറക്സ് ട്രേഡിംഗ് ഇൻ 45 ഡേയ്സ്. സോ ഇന്ന് ഡേ 1 ആണ്. സോ ഡേ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറൻസി പെയേഴ്സ് ആണ്. സോ എന്താണ് ഒരു കറൻസി പെയർ? എ കറൻസി പെയർ ഇസ് എ കൊട്ടേഷൻ ഓഫ് ടു ഡിഫറെൻറ്റ് കറൻസീസ് വിത്ത് ദ വാല്യൂ ഓഫ് വൺ കറൻസി ബീങ് quoted against the other. The first listed currency of a currency pair is called the base currency and the second currency is called the quote currency. So സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കറൻസി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് കറൻസീസ് ഉണ്ടാവും. ഫസ്റ്റ് വരുന്ന കറൻസിക്ക് എപ്പോഴും ബേസ് കറൻസി എന്ന് പറയും. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്ന കറൻസിക്ക് എപ്പോഴും കോഡ് കറൻസി എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ യൂറോ യു എസ് ടി. സോ യൂറോ യു എസ് ടിയിൽ ഫസ്റ്റ് വരുന്ന കറൻസിയാണ് യൂറോ. അതുകൊണ്ട് യൂറോ യു എസ് ടിയിൽ ബേസ് കറൻസിയാണ് യൂറോ. അതുപോലെ തന്നെ യൂറോ യു എസ് ടിയിൽ സെക്കൻഡ് വരുന്ന കറൻസിയാണ് യു എസ് ഡോളർ. അതുകൊണ്ട് യു എസ് ഡോളറാണ് ഇവിടുത്തെ കോഡ് കറൻസി. ആൻഡ് വേറെ എക്സാമ്പിൾ യു എസ് ഡി ഐ എൻ ആർ. സോ യു എസ് ഡി എൻ ആറിൽ ഫസ്റ്റ് കറൻസി യു എസ് ഡോളറാണ്. അതുകൊണ്ട് ബേസ് കറൻസി യു എസ് ഡോളറാണ് ആൻഡ് കോഡ് കറൻസി INR ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന കറൻസി എപ്പോഴും ബേസ് കറൻസി ആയിരിക്കും ആൻഡ് സെക്കൻഡ് വരുന്ന കറൻസി എപ്പോഴും കോഡ് കറൻസി ആയിരിക്കും. ആൻഡ് ഈ ഒരു ബേസ് ആൻഡ് കോഡ് വെച്ചിട്ട് എന്താണ് മീൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ യൂറോ യു എസ് ഡിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ യൂറോ യു എസ് ഡിയുടെ കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.0473 ആണ്. അതിൻ്റെ മീനിങ് 1 യൂറോ ഇസ് ഈക്വൽ ടു 1.0474 US ഡോളർ. അതായത് ഒരു കറൻസി പെയറിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും കോഡ് കറൻസിയിലായിരിക്കും. അതായത് 1 ബേസ് കറൻസി ഇസ് ഈക്വൽ ടു കറൻറ്റ് വാല്യൂ കോഡ് കറൻസി. അതായത് ഇതിൻ്റെ യൂറോ യു എസ് ഡി ഇസ് ഈക്വൽ ടു 1.0473 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യൂറോ ഇസ് ഈക്വൽ ടു 1.0473 US ഡോളർ. ആ ഒരു കറൻസി പെയറിൻ്റെ വാല്യൂ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക കോഡ് കറൻസിയിലായിരിക്കും. ഓക്കെ, സെക്കൻഡ് വരുന്ന കറൻസി കോഡ് കറൻസിയാണ്, ഫസ്റ്റ് വരുന്ന കറൻസി ബേസ് കറൻസിയാണ്. ആ ഒരു രീതിയിൽ. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ യു എസ് ഡി ഐ എൻ ആറിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ യു എസ് ഡി ഐ എൻ ആറിൻ്റെ കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84.293000 ആണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 US ഡോളർ ഇസ് ഈക്വൽ ടു 84.2800. ഓക്കെ, സോ മാർക്കറ്റ് റണ്ണിങ് ആണ്, അതാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു US ഡോളറിൻ്റെ INR വാല്യൂ ആണ് 84.2800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു കറൻസി പെയറിൻ്റെ വാല്യൂ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക കോഡ് കറൻസിയിലായിരിക്കും. ഓക്കെ, അതായത് സെക്കൻഡ് വരുന്ന കറൻസിയാണ് കോഡ് കറൻസി, ഫസ്റ്റ് വരുന്ന കറൻസിയാണ് ബേസ് കറൻസി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വരുന്ന കറൻസിയിലായിരിക്കും ആ ഒരു കറൻസി പെയറിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴും കാണാൻ പറ്റണം. അപ്പോൾ 1 US ഡോളർ ഇസ് ഈക്വൽ ടു 84.3025 കോഡ് കറൻസി. ഇവിടുത്തെ കോഡ് INR ആണ്. ഓക്കെ, സോ ഇതാണ് ഒരു കറൻസി പെയർ വെച്ചിട്ട് നമ്മൾ മീൻ ചെയ്യണത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കറൻസി പെയർസിനെ കുറച്ച് ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പാണ് മേജർ കറൻസി പെയർസ്. സോ മേജർ കറൻസി പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറൻസി പെയറിൽ US ഡോളർ കാണാൻ പറ്റുവാണെങ്കിൽ ആ ഒരു കറൻസി പെയറിനെ നമുക്ക് മേജർ കറൻസി പെയർ എന്ന് വിളിക്കാം. ഓക്കെ, അതായത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി പെയേഴ്സ് ആണ് മേജർ കറൻസി പെയർസ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്പ്രെഡും ബ്രോക്കറേജും മറ്റ് രണ്ട് കറൻസി പെയേഴ്സുമായിട്ട് ടൈപ്പ് ഓഫ് കറൻസി പെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. ഓക്കെ, ഇനി മേജർ കറൻസി പെയർസിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. യൂറോ USD, USD JPY, GBP USD, USD CHF, USD CAT, AUD USD, NZD USD. ഈ ഒരു 7 കറൻസി പെയർസിനെയാണ് നമ്മൾ മേജർ കറൻസി പെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ടൈപ്പാണ് മൈനർ കറൻസി പെയർ. സോ അതായത് ഒരു കറൻസി പെയറിൽ US ഡോളർ കാണാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ ആ ഒരു കറൻസി പെയറിനെ എന്ത് വിളിക്കും? മൈനർ കറൻസി പെയർ എന്ന് വിളിക്കും. എക്സാമ്പിൾ യൂറോ GBP, യൂറോ AUD, GBP JPY, CHF JPY, NZD JPY, GBP CAT. സോ ഇത് നമ്മൾ ക്രോസ് പെയേഴ്സ് എന്ന് കൂടെ പറയാറുണ്ട്. ഓക്കെ, അതായത് ഒരു കറൻസി പെയറിൽ US ഡോളർ കാണാൻ പറ്റണില്ലെങ്കിൽ അതിനെ നമ്മൾ മൈനർ കറൻസി പെയർ എന്ന് വിളിക്കാം. നമ്മുടെ ലാസ്റ്റ് ടൈപ്പാണ് എക്സോട്ടിക് കറൻസി പെയർ. സോ എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു മേജർ കറൻസി ഉണ്ടാവും, ഒരു മേജർ കൺട്രിയുടെ ഒരു കറൻസി ഉണ്ടാവും ആൻഡ് അതിൻ്റെ കൂടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കറൻസി കൂടി കാണാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് എക്സോട്ടിക് കറൻസി പെയർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ യൂറോ TRY. സോ യൂറോ നമ്മുടെ യൂറോയുടെ കറൻസിയാണ് ആൻഡ് TRY തുർക്കിഷ് ലിറ തുർക്കിയുടെ കറൻസിയാണ്. സോ യൂറോ ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ കറൻസിയാണ് ആൻഡ് TRY തുർക്കി ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു മേജർ കറൻസി കാണാൻ പറ്റി ആൻഡ് അതിൻ്റെ കൂടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കറൻസി കൂടി കാണാൻ പറ്റി. അപ്പോൾ അതൊരു എക്സോട്ടിക് കറൻസി പെയറാണ്. ആൻഡ് USD INR. സോ USD INRൽ USD
ഒരു മേജർ കറൻസിയാണ്. ആൻഡ് INR ഇന്ത്യയുടെ കറൻസിയാണ്. ഇന്ത്യ കറൻ്റ്ലി ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഒരു മേജർ കറൻസി പ്ലസ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കറൻസി കാണാൻ പറ്റിയതുകൊണ്ട് ഇതൊരു എക്സോട്ടിക് കറൻസി പെയർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ എക്സോട്ടിക് കറൻസി പെയറിൽ സ്പ്രെഡും ബ്രോക്കറേജും ബാക്കിയുള്ള രണ്ട് കറൻസി പെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സീരീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.